പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹമുള്ള കർത്താവിൽ സഹോദരി സഹോദരന്മാരെ, ഇന്നേ ദിവസം നമ്മൾ പ്രത്യേകമായി നൊവേന പ്രാർത്ഥനയിലൂടെ, ഡെലിവറൻസ് ആൻഡ് ഹീലിംഗ് പ്രാർത്ഥനയിലൂടെ വിശുദ്ധ തോബിത്തിൻ്റെ പുസ്തകത്തെ ആധാരമാക്കി യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മാലാഖയുടെ മധ്യസ്ഥതയാൽ, സകല വിശുദ്ധരുടെ മധ്യസ്ഥതയാൽ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ തോബിത്തിൻ്റെ പുസ്തകത്തിൽ 10 പ്രത്യേക അനുഗ്രഹങ്ങൾ നമ്മൾ കാണുന്നു. അത് നമ്മൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. അത് നമുക്കും അവകാശപ്പെട്ടതാണ്. ഒന്നാമതായി നാം കാണുക, വിശുദ്ധ മാലാഖയെ ഈ കുടുംബത്തിലേക്ക്, വലിയ തോബിയാസിൻ്റെ കുടുംബത്തിലേക്ക് കർത്താവ് അയച്ച് നല്ലൊരു കൂട്ടുകാരനായിട്ട് അവിടെ കാണുന്നു, നല്ലൊരു വഴികാട്ടിയായിട്ട് കാണുന്നു. രണ്ടാമതായി തോബിത്തിൻ്റെ അല്ലെങ്കിൽ തോബിയാസിൻ്റെ, വലിയ തോബിയാസിൻ്റെ കണ്ണുകൾ സുഖപ്പെടുത്തുന്നു, ആരോഗ്യം സൗഖ്യം നൽകുന്നു. മൂന്നാമതായി കാണുക, നമ്മൾ നോക്കുമ്പോൾ ഈ തോബിയാസിന് പ്രത്യേകമായിട്ട്, കൊച്ചു തോബിയാസിന് സാറായെ ലൈഫ് പാർട്ട്ണറായിട്ട് കൊടുക്കുന്നു. സാറ എന്ന് പറയുന്ന സഹോദരിക്ക് വിവാഹം 7 പേരെ കഴിച്ചിട്ടും അതിരാത്തിൽ മരിച്ചുപോയവരാണ്. ഇനി നിനക്ക് വിവാഹത്തിൽ അനുഗ്രഹമില്ല, നിന്നിൽ നിന്ന് സന്താനങ്ങൾ ലഭിക്കുകയില്ല, കേഴ്സ്ഡ് ആണ് എന്ന് പറഞ്ഞ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോയുടെ ഇടപെടൽ വിശുദ്ധ മാലാഖ വഴി. അങ്ങനെ ആ സഹോദരിക്ക് നല്ലൊരു ലൈഫ് പാർട്ട്ണറെ ലഭിക്കുന്നു. നാലാമതായി നാം കാണുക, ആ സഹോദരിയിൽ സാറായിലുണ്ടായിരുന്ന അസ്മേത്തൂസ് ഈവിൾ സ്പിരിറ്റിനെ വിശുദ്ധ മാലാഖയുടെ ഇടപെടൽ വഴി ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. അഞ്ചാമതായി നാം കാണുക, ദൈവമായിട്ട് ഈ കൊച്ചു തോബിയാസിൻ്റെ കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുവാൻ ദൈവം നല്ല ഓർമ്മശക്തി നൽകുകയും പണം വെച്ചിട്ടുള്ള ആ സ്ഥലം ഓർമ്മപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത് തിരിച്ചു കൊണ്ടുവരുവാൻ വിശുദ്ധ മാലാഖ സഹായിക്കുന്നു. അങ്ങനെ അവരെ സാമ്പത്തികമായി അനുഗ്രഹിക്കുകയാണ്. ആറാമതായി നാം കാണുക, ഈ കുടുംബം ആദ്യ രാത്രിയിൽ തന്നെ ഈ കുടുംബം ഒരു ഫാമിലി പ്രെയർ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു കുടുംബ പ്രാർത്ഥനയിൽ തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്നു. ഏഴാമതായി നാം കാണുക, ഈ കുടുംബത്തിലെ ദൈവം ധാരാളം മക്കളെ നൽകുന്നു, ആരോഗ്യം നൽകുന്നു, സമ്പത്ത് നൽകുന്നു, അവരുടെ ചെറുമക്കളെ നൽകുന്നു. അങ്ങനെ കുടുംബത്തെ അനുഗ്രഹപൂർണ്ണമാക്കി മാറ്റുന്നു. എട്ടാമതായിട്ട് നാം കാണുക, ഈ 2 കുടുംബങ്ങളും തമ്മിൽ, പ്രത്യേകിച്ച് മദർ ഇൻ ലോസ്, അമ്മായിപ്പന്മാർ തമ്മിൽ വളരെ സ്നേഹത്തിൽ കഴിയുന്ന ഒരു കുടുംബമായിട്ട് നമ്മളിവിടെ കണ്ടെത്തുന്നു. 9ാമതായിട്ട് നാം കാണുക, ഒരു നല്ല അനുഗ്രഹം പ്രാപിക്കുന്ന കുടുംബമായിട്ട് മാറുന്നു. ഇവർക്ക് വലിയ അനുഗ്രഹങ്ങളും കൃപകളും ഈ 2 കുടുംബങ്ങൾക്ക് ലഭിക്കുകയും 2 കുടുംബങ്ങളുടെ ദുഃഖം ദൈവം എടുത്തു മാറ്റുകയും ചെയ്യുന്നു. 10ാമതായിട്ട് നാം കാണുക, അവരുടെ ജീവിതകാലത്ത് തന്നെ, ചെറിയ തോബിയാസിൻ്റെയും സാറായുടെയും ജീവിതകാലത്ത് തന്നെ അവരുടെ ശത്രുക്കൾ നശിച്ചു പോകുന്നത് അവർ കാണുകയും ചെയ്യുന്നു. ഈ വലിയ 10 അനുഗ്രഹങ്ങൾ നമുക്കുമുള്ളതാണ്, നമ്മുടെ കുടുംബത്തിനുള്ളതാണ്. സൗഖ്യവും വിടുതലും സാമ്പത്തിക മേഖലയും നല്ല ജീവിത പങ്കാളിയും നല്ല കുടുംബ ജീവിതവും പ്രാർത്ഥനാ ജീവിതവും എല്ലാം, പൈശാചിക പീഡകളിൽ നിന്നുള്ള മോചനവും എല്ലാം ദൈവം നമുക്ക് നൽകുന്നു. കാരണം നാം പുതിയ ഇസ്രായേലാണ്, ഈശോയിൽ വിശ്വസിക്കുന്ന മക്കളാണ്. ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ 6 പ്രാർത്ഥനാ നിയോഗങ്ങൾ, 2 പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങൾ, അതായത് അത് പ്രൊമിസ്ഡ് പ്രാർത്ഥനയാണ്, വാഗ്ദാനം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അതായത് ഞാൻ എൻ്റെ ആത്മാവിന് വേണ്ടിയും മറ്റുള്ളവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയും പ്രവർത്തിക്കും. അതാണ്, നീ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും. മത്തായി 6:33 അനുഗ്രഹം ഉണ്ടാകട്ടെ. മറ്റ് 4 പ്രാർത്ഥനകൾ, ഈ 6 പ്രാർത്ഥനകൾ നമ്മൾ പ്രത്യേകമായി ഓർക്കുന്നത്, കാനായിലെ വിവാഹ വിരുന്നിൽ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 5 വരെ നാം കാണുന്ന 6 കൽഭരണികളുണ്ട്. അതിൽ വെള്ളം നിറയ്ക്കുവാൻ യേശു പറയുന്നു. ആ വെള്ളം ഈശോ വീഞ്ഞാക്കി മാറ്റുന്നു. വീഞ്ഞ് സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും അനുഗ്രഹത്തിൻ്റെയും അടയാളമാണ്. അപ്പോൾ ദൈവം ഈ 6 പ്രാർത്ഥനാ നിയോഗങ്ങളെ, 2 പ്രൊമിസുകളെയും 4 പ്രാർത്ഥനകളെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കൈകളിൽ വെച്ച്, മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കുക. കൈവെള്ളകളിൽ കുരിശ് വരയ്ക്കുക, പ്രാർത്ഥിക്കുക. കർത്താവായ ഈശോ, ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനകളുടെ മേൽ അനുഗ്രഹവും കൃപയും ധാരാളമായി വർഷിക്കണമേ. അവിടുത്തെ മുഖ്യദൂതനായ വിശുദ്ധ മാലാഖയെ അയച്ച് ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ശക്തിപ്പെടുത്തണമേ, പൂർത്തീകരിക്കണമേ, അഭിഷേകത്താൽ നിറയ്ക്കണമേ. അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. യേശുവിന്റെ നാമത്തിൽ എല്ലാ പ്രാർത്ഥനകളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും രോഗപീഠകൾ ഉണ്ടെങ്കിൽ അവിടെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക. സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുക. കുരിശടയാളം സൗഖ്യം നൽകുന്ന അടയാളമാണ്, അഭിഷേകമാണ്.
ഒപ്പം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കുരിശ് വരയ്ക്കുക. നല്ല അറിവുകൾ കടന്നു വരുവാൻ, പൊട്ട അറിവുകൾ മാറിപ്പോകുവാനായിട്ട് നമ്മുടെ കണ്ണുകളിൽ കുരിശ് വരയ്ക്കുക, കാതുകളിൽ കുരിശ് വരയ്ക്കുക, മൂക്കിൽ കുരിശ് വരയ്ക്കുക, ചുണ്ടിൽ കുരിശ് വരയ്ക്കുക, ത്വക്കിൽ കുരിശ് വരയ്ക്കുക. യേശുവിൻ്റെ അഭിഷേകം അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ 2 പ്രൊമിസുകളും ഒപ്പം 4 പ്രാർത്ഥനാ നിയോഗങ്ങളും ഈ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. ഡെയിലി ഉള്ള ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്യുക. 7385053202. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.